രാമേന്ദ്രൻ സാറേ നമസ്കാരം. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ചെറുതാണെങ്കിലും വളരെ കൗതുകം നൽകുന്നതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉള്ളതിലേറെ സ്വാധീനം അവകാശപ്പെടുകയും നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു വലിയ പ്രചാരകൻ എന്ന് അനുയായികൾ വാഴ്ത്തിയൊക്കെ ചെയ്ത ഒരാളാണ് ധ്രുവറാട്ടി. ഇപ്പോൾ ധ്രുവറാട്ടിയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒടുവിൽ വന്നൊരു വാർത്ത, അദ്ദേഹത്തിനെതിരായി ഡൽഹിയിലെ സാകേത് കോടതിയിൽ ഒരു കേസ് വന്നു. BJP നേതാക്കളോ പ്രവർത്തകരോ കൊടുത്ത കേസാണ്. ആ കേസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ധ്രുവറാട്ടിയിലേക്ക് പ്രവേശിക്കാം. ധ്രുവറാട്ടിക്കെതിരായ മാനനഷ്ട കേസാണിത്. ധ്രുവറാട്ടിക്കെതിരെ പല കേസുകൾക്ക് ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. ധ്രുവറാട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യാം. കാരണം ഈ അർദ്ധസത്യങ്ങൾ ധാരാളം വിളമ്പുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഡൽഹി സാകേത് കോടതിയിലെ ജില്ലാ ജഡ്ജി ഗുഞ്ചൻ ഗുപ്ത, അദ്ദേഹം ആ ജഡ്ജി ഈ മാനനഷ്ട കേസിൽ ധ്രുവറാട്ടിക്കെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഇനി കേസ് പരിഗണിക്കുന്നത്. അപ്പം നോട്ടീസിന് മറുപടിയൊക്കെ കൊടുക്കണം, സത്യവാങ്മൂലമൊക്കെ കൊടുക്കണം. ഞാനത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊക്കെ അയാൾ പറയണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുംബൈയിലെ BJP വക്താവ് സുരേഷ് കരംസി അദ്ദേഹമാണ് വക്താവ്. അദ്ദേഹം മുംബൈയിലെ ഒരു വക്താക്കളിൽ ഒരാൾ. അദ്ദേഹമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ധ്രുവറാട്ടി ചെയ്ത ഒരു വീഡിയോയുടെ അകത്ത് ജൂലൈ 7-ാം തീയതി ചെയ്തതാണ്, ഈ മാസം 7-ാം തീയതി ചെയ്ത ഒരു സംഗതിയിൽ മൈ റിപ്ലൈ ടു ഗോഡി യൂട്യൂബേഴ്സിനുള്ള എൻ്റെ മറുപടി എന്ന് പറഞ്ഞ ഒരു വീഡിയോയിലാണ് ഈ വക്താവിനെ ചീത്ത പറയുന്ന ഭാഗം വന്നത്. അതിൽ ഈ വക്താവിനെയും വേറെ ചില ആളുകളെയും മോദിയും അക്രമികളായ അദ്ദേഹത്തിൻ്റെ ട്രോളുകളും എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. മോദിയും അദ്ദേഹത്തിൻ്റെ അക്രമികളായ ട്രോളുകൾ എന്ന് പറഞ്ഞാൽ തെമ്മാടികൾ എന്നുള്ള അർത്ഥം ഇവിടെ വരുന്നുള്ളൂ. മോദിയും അദ്ദേഹത്തിൻ്റെ അക്രമികളായ തെമ്മാടികൾ അജിത് ജെയിൻ, സുരേഷ് നഖ്വ, രാജീന്ദർ ഭഗ്ഗ എന്നിവരുടെ കൂട്ടത്തിൽ സുരേഷ് കരംസിയുടെ പേരും കൂടി പറഞ്ഞു അതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ മോദി കുറേ തെമ്മാടികളെ അയച്ചു വിട്ടിരിക്കുകയാണ്, അതിലൊരുത്തനാണ് ഇവൻ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ഈ അജിത് ജെയിൻ, സുരേഷ് നഖ്വ, രാജീന്ദർ ഭഗ്ഗ അവരും കൂടിയൊക്കെ ചിലപ്പോൾ ഭാവിയിൽ എല്ലാവരും കൊടുക്കേണ്ടതാണ്. മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് ഇവരൊക്കെ മോദിയുടെ സ്വന്തം വീട്ടിലിരുത്തിയിട്ടാണ് മോദി ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഗോഡി മീഡിയ എന്നൊക്കെ പറയുന്നത്. ഇത് സമ്പൂർണ്ണമായിട്ടും അടിസ്ഥാനരഹിതമാണ്. ഇയാളെ എനിക്ക് അറിയില്ല, ഒരു കാരണവുമില്ല. ഇത് വെറും പ്രകോപനപരമാണ്. ഇത് പിന്നെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഈ വീഡിയോ ഡിജിറ്റൽ ലോകത്ത് ഇത് കാട്ടുതീ പോലെ പടർന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് 24 മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞാൽ 2.4 കോടി ആളുകൾ കണ്ടിട്ടുണ്ട്. 2.3 മില്യൺ 23 ലക്ഷം ലൈക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസ് കൊടുക്കുന്ന സമയം വരെ, അതായത് ഒരു ജൂലൈ 19 വരെയുള്ള കണക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇയാൾ ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ പാടില്ല. എനിക്ക് സൽപ്പേര് പ്രധാനമാണ്. അതുകൊണ്ട് ഇയാൾ അവസാനിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ധ്രുവറാട്ടി മാത്രമല്ല ഗൂഗിളും ഇതൊക്കെ പ്രചരിപ്പിക്കുകയാണ്. എക്സ് ഉണ്ടല്ലേ, എക്സും പ്രതികളാണ്, ട്വിറ്റർ. അപ്പോൾ അവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വരുന്നൊരു ആദ്യത്തെ കേസുകളിലൊന്നാണ് ഇത്. ധ്രുവറാട്ടിയുടെ തന്നെ ഒരു പാരഡി വീഡിയോ എന്ന് പറഞ്ഞിട്ട് വേറെ ആരും ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയൊരു സംഭവം 2 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാനനഷ്ട കേസ്, ഇതുപോലത്തെ ഒരു കേസ് ആദ്യമായിട്ടാണ് വരുന്നത്. അതെ. അല്ല, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു സാറേ, ഇത്തരം കേസുകൾ വ്യാപകമായി വരേണ്ടതുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡാണിത്. ഇപ്പോൾ BJP കേസ് കൊടുത്തതുകൊണ്ടും ധ്രുവറാട്ടി കക്ഷിയായതുകൊണ്ടും അല്ല നമ്മളിതിൽ കമൻറ്റ് ചെയ്യേണ്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ സമൂഹം വന്നിട്ടുണ്ട്. യൂട്യൂബേഴ്സ്
അവർ സ്വയം പ്രഖ്യാപിത മീഡിയ ആണ്, സ്വയം പ്രഖ്യാപിത സ്ഥാപനങ്ങളുമാണ്, വലിയ അധികാരികളുമാണ്, ഡിസിഷൻ മേക്കേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഈഗോട്ടിക്കാണ് അവർ. അതെ, വേറെ അവർ തീരുമാനിക്കുന്ന അജണ്ടയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയും ഇവർ പടച്ചു വിടുന്നത്. ആ വീഡിയോ മേക്കിങ്ങിലൊക്കെ അവരുടേതായ താല്പര്യങ്ങളാണ്, അവനവനിസാണ് മുഴച്ചു നിൽക്കുന്നത്. ഞാൻ മിക്ക ആളുകളെയും കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇതെല്ലാം ഞാൻ കേന്ദ്രീകൃതമാണ്. വേറൊന്ന്, ഈ യൂട്യൂബേഴ്സ് വലിയ തോതിലുള്ള ഈ യൂട്യൂബേഴ്സിൽ വേറൊരെണ്ണം ഞാൻ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ ആളുകളെ പറ്റി ഇവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ MS വല്യത്താൻ മരിച്ചപ്പോൾ ഒരാൾ എഴുതിയത് ഞാൻ കണ്ടു, ശാസ്ത്രത്തിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളെ. വല്യത്താൻ സാറിനെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോഴൊക്കെ അദ്ദേഹം ഈ ശാസ്ത്രത്തിലുള്ള കൗതുകമൊക്കെ പറയുമായിരുന്നു, ആയുർവേദത്തിലുള്ള കൗതുകം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വെറും കള്ളമാണ്. കാരണം മരിച്ചുപോയ ആളൊന്നും പറയാൻ പോകുന്നില്ല. ഇല്ല, മരിച്ചു പോയ ആള്, അതും 4 പേര് അറിയുന്ന ഒരാളാണെങ്കിൽ അയാളുമായിട്ട് ഞാൻ വലിയ അടുപ്പമുണ്ട്. ഈ യൂട്യൂബർ പറയുന്ന ആദ്യത്തെ വാക്യം ഇയാൾ പറയാൻ പോകുന്ന, ഈ യൂട്യൂബർ മാധ്യമരംഗത്തൊന്നും ഉണ്ടായിട്ടില്ല. യൂട്യൂബർ ഈ ലോകത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സംസാരിക്കുന്ന വിധത്തിൽ ഫേസ്ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല. ആ കാലത്താണ് ഈ വല്യത്താൻ കേരളത്തിലൊക്കെ ജോലി ചെയ്തിരുന്നത്. ആയിരിക്കും. കാരണം ഇയാൾക്ക് നേരത്തെ ഒരു പൊതുപ്രവർത്തന പാരമ്പര്യമോ മാധ്യമ പാരമ്പര്യമോ ഏതെങ്കിലും പൊതുരംഗത്ത് ഇടപെട്ട ശീലമോ ഒന്നുമില്ലാത്ത ഒരാളായിരിക്കും രംഗത്ത് വരിക. ഒരു പുതിയ മാധ്യമം കയ്യിൽ കിട്ടിയപ്പോൾ അതുകൊണ്ട് അതിനൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ടൈറ്റിൽ വാല്യൂ. തെറി പറഞ്ഞ ആളുകൾക്ക് കാണാൻ അത് കാണിക്കാനുള്ള കിട്ടും. അതെ, കാണിക്കാനുള്ള ടെക്നിക്കുകൾ വേറെ പലതുമാണ്. എന്തെല്ലാം മാർഗങ്ങളാണ്. തെറി പറയുക, അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പുക, അല്ലെങ്കിൽ തുണിയുരിക്കുക. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ഈ യൂട്യൂബിൽ വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള മാർഗം. അങ്ങനെ സ്വീകരിച്ച് കഴിയുമ്പോൾ 4 പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ പിന്നെ അദ്ദേഹം അഹങ്കാരത്തിൻ്റെ ഗോപുരമായിട്ട് മാറുകയാണ്. പിന്നെ അയാൾക്കെതിരെ ഒന്നും മിണ്ടിക്കൂടാ. കേരളത്തിൽ തന്നെ മോഹൻലാൽ ആറാടുകയാണെന്ന് പറഞ്ഞ എന്തോ ഒരു വീഡിയോ ചെയ്ത ഒരാൾ, ഞാനൊരു വീഡിയോ അയാളുടെ കണ്ടിട്ടില്ല. പക്ഷെ അയാൾ ഏതോ ഒരു യുവതിയെ പറ്റി, നടിയെ പറ്റി എനിക്ക് ലിപ് ലോക്കിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ചെയ്യും. ആഭാസന്മാരാണ് പലപ്പോഴും. ആഭാസന്മാരാണ്. സ്വന്തമായൊരു നിലവാരമോ റെപ്യൂട്ടേഷനോ ഇൻറ്റഗ്രിറ്റിയോ ഇല്ലാത്ത ആളുകളാണ് ഇവർ. ഇതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇവർ മീഡിയ എന്ന് പറയുന്നത് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മൊബൈൽ. ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല ഈ ധ്രുവറാട്ടി. പേഴ്സണലി അല്ല, മൊത്തത്തിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കൾച്ചർ ഞാൻ പറഞ്ഞു, ചെയ്യുന്നതൊക്കെ ഒന്നാണ്, ഒരു കൾച്ചറാണ്. പിന്നെ ഈ ധ്രുവറാട്ടിയെ ഞാൻ നേരത്തെ പേഴ്സണലി എന്ന് പറഞ്ഞാൽ കശ്മീർ ഭീകരരുമായിട്ട് ബന്ധമുള്ള ആളാണ്. ആണോ? പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കശ്മീരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ 6 മാസം മുമ്പ് ജയിലില്ല. ഓ, അത് ശരി. ജർമ്മനിയിലുണ്ടായിരുന്ന സുഹൃത്ത്. ധ്രുവറാട്ടി ഈ ആപ്പിന്റെ IT സെല്ലിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടുന്ന് പോയതാ? ഡൽഹിയില് ആപ്പിന്റെ IT സെല്ലിൽ ധ്രുവറാട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ജർമ്മനിയിലേക്ക് പോയി. ഇവരുടെ പിന്നാലെ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ട് ഹർഷ് മന്ദർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഹർഷ് മന്ദർ എന്ന് പറഞ്ഞ ആൾ മുമ്പ് കലക്ടറായിരുന്നു. അയാൾ IAS നിന്ന് ഈ മോദി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ അതോ വേറെന്തെങ്കിലും ചിലപ്പോൾ അപഹരണത്തിലോ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. മോദി വന്നതാണെന്ന് പറഞ്ഞിട്ടേ ജനാധിപത്യത്തിനെ രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞ് VRS എടുക്കാമല്ലോ. പലത് നമ്മൾ അന്വേഷിക്കുമ്പോൾ പുറകിൽ വേറെ കാരണങ്ങളുണ്ടാവും. പല VRSകാരുടെയും പിന്നിൽ കഥകൾ. എന്നിട്ടിപ്പോൾ ഇയാളുള്ളത് സോണിയാഗാന്ധിയുടെ ഓഫീസിലാണ്. ഈ ഹർഷ് മന്ദർ എന്ന് പറഞ്ഞു, മുമ്പ് കലക്ടറൊക്കെ ആയിരുന്നു. ഹർഷ് മന്ദർ ജർമ്മനിയിൽ ഒരു NGO രൂപീകരിച്ചിരുന്നു. ആ NGO ആയിട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായിരുന്നു ഈ ആപ്പിൽ നിന്ന് പോയ അയാളും ഈ സുഹൃത്തും ധ്രുവറാട്ടിയും. അവിടെ ജർമ്മനിയുടെ ഔദ്യോഗിക ഒരു ഓൺലൈൻ ഉണ്ട് പ്രസിദ്ധീകരണം. അതിൽ ജോലി ചെയ്തിരുന്ന, അതിൻ്റെ എഡിറ്ററായിട്ട് ജോലി ചെയ്തിരുന്ന ആളെയാണ് ഇപ്പോൾ കശ്മീരിൽ അടുത്ത 6 മാസം മുമ്പ് പിടിച്ചത്. അയാൾ എഡിറ്ററായിരുന്നപ്പോൾ ധ്രുവറാട്ടിയെ കൊണ്ട് വല്ലപ്പോഴൊക്കെ അതിൽ ലേഖനവും എഴുതിച്ചിട്ടുണ്ട്. ധ്രുവറാട്ടി ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു അവതാരകനാണ് ധ്രുവറാട്ടി. പലത് സാധനങ്ങളും എഴുതി കൊടുക്കുന്നത് ഈ സോണിയാഗാന്ധിയുടെ ഓഫീസിലിരുന്ന് ഈ ഹർഷ് മന്ദറാണ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. അതാണ് അയാൾ. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ മാംസം BJPക്കാർ മാംസവിരുദ്ധർ ഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ചെയ്യുമ്പോൾ ഇയാൾ ആദ്യം പറയും ഇന്ത്യയിൽ നിന്ന് ഇത്ര മാംസം കയറ്റി അയക്കുന്നു എന്നോ എന്തെങ്കിലും ഒരു ഫാക്റ്റ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഒരു ഫാക്റ്റ് ആദ്യ ഭാഗത്ത് കാണും, ബാക്കി സ്റ്റോറി പിന്നെ മുഴുവൻ
സ്റ്റോർ ചെയ്യണം, അയാൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതിൽ വേറൊരു ഒരു തമാശ എനിക്ക് തോന്നി. ഒന്നാമത് ഇത് ഇയാളുടെ ഡാറ്റ മുഴുവനും ഇങ്ങനെ ഒരു വരി ഡാറ്റയിൽ നിന്ന് ബാക്കി അയാൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഭാവനാവിലാസങ്ങളാണ് അധികവും. രണ്ടാമത്തെ കാര്യം, ഇയാൾ ജർമ്മനിയുടെ സുരക്ഷിതമായ ഒരു അകലത്തിരുന്നുകൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആരെയാണ് പറയുന്നത്? ഈ മണ്ണിൽ നിന്നുകൊണ്ട്, ഈ മണ്ണിൻ്റെ ചുട്ടുപൊള്ളുന്ന വെയിലത്തും മഴയത്തും ഒക്കെ നിന്നുകൊണ്ട് ജനങ്ങൾക്കൊപ്പം പണിയെടുക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് ഇയാൾ അങ്ങനെ നിശ്ചിതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് പാർട്ടിക്കാരാവട്ടെ, അവർ ഈ മണ്ണിൽ നിൽക്കുന്നവരാണ്, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ്. അവരുടെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ സംവിധാനത്തെ ജനാധിപത്യത്തിൽ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട്, സമ്പൂർണ്ണമായി ആക്ഷേപിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒടുവിലത്തെ ഒരു തമാശ കൂടി ഞാൻ കണ്ടു. ഈ ഇലക്ഷനിൽ നരേന്ദ്രമോദിക്ക് ഇത്തിരി വോട്ടിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞപ്പോൾ, നരേന്ദ്രമോദിക്ക് വാരാണസിയിൽ ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ, ഇദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദം എല്ലാം കൂടി ഇളകി വന്ന് കണ്ടോ ധ്രുവരാട്ടിയുടെ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ മലയാളത്തിൽ ഞാൻ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർക്ക് ഒരു മനുഷ്യനാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ന്യായമായൊരു ചോദ്യം ചോദിക്കണ്ടേ? ഇയാൾ വേറെ അവതാരകൻ മാത്രം, അതാ ഞാൻ പറഞ്ഞത്, സ്ക്രിപ്റ്റ് വേറെയാ. അതെ, വേറെ ആരുടെയോ സ്ക്രിപ്റ്റാണ്. ഇയാളാണ് ഇതെല്ലാം ഈ വിജയത്തിൻ്റെ എന്ന് വെച്ചാൽ UDF ഇപ്പോൾ ഈ പറഞ്ഞ മുന്നണി എന്താണ് പറയുക, ഇന്ത്യ മുന്നണിക്കുണ്ടായ വിജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദി ധ്രുവരാട്ടിയാണ്. എത്ര സ്റ്റോറി വന്നറിയോ? കേരളത്തിലെ മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാ പത്രത്തിലും അന്ന് ഒരു സ്റ്റോറിയെങ്കിലും വന്നിട്ടുണ്ട് ആ ഇലക്ഷൻ റിസൾട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ. ഇതിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ധ്രുവരാട്ടി സ്വാധീനിക്കേണ്ടത് എവിടെയാണ്? ധ്രുവരാട്ട് സ്വാധീനിക്കേണ്ടത് ഒന്ന് ഡൽഹിയിലാണല്ലോ. ഡൽഹിയിലെ ആപ്പിന്റെ കൂടെ അല്ലേ അദ്ദേഹം ഉണ്ടായത്? ഡൽഹിക്കാരനാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹരിയാന ഒരു ജർമ്മൻകാരിയെ കല്യാണം കഴിച്ചു. അത് പള്ളിയിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്. കുടുംബം മുഴുവൻ പാരൻസും ഒക്കെ ഇപ്പൊ ജർമ്മനിയിൽ. അപ്പോൾ ഒരു ജർമ്മൻ പുയ്യാപ്പിളയാണ് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ. അപ്പോൾ ജർമ്മനിയിൽ പുയ്യാപ്പിളയായിട്ട് കൂടുമ്പോൾ ഈ ഞാൻ പറയുന്ന ഈ രണ്ട് സംസ്ഥാനത്ത് എന്താ സംഭവിച്ചത്? ഇയാൾ ഏറ്റവും ചുരുങ്ങിയത് ഡൽഹിയിൽ ഇയാൾ വർക്ക് ചെയ്തിരുന്നല്ലോ. ഡൽഹിയിൽ ഇതൊന്നും ഇയാൾ പറഞ്ഞതൊന്നും കേട്ടില്ല. ഡൽഹിക്കാർ സ്വന്തം നാട്ടുകാർ കേട്ടതേ ഇല്ല. ഒന്നാലോചിച്ച് നോക്കൂ. ഇനി അതല്ല, അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഈ ആപ്പിൻ്റെ സ്വാധീനമാണെങ്കിൽ അത് വേറെ എവിടെയാണ് അയച്ചേണ്ടത്? ഒന്നാലോചിച്ച് നോക്കൂ. ആകെ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഗുരു പഞ്ചാബ് മുഴുവൻ ആപ്പ് പിടിക്കണ്ടേ? എന്തെങ്കിലും പിടിച്ചോ? ഇയാൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഇയാൾ സ്വാധീനിച്ചു എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് തിരിച്ചടി ഉണ്ടായത് UP-യിലാണ്. അതിൽ ഇവർക്ക് എന്ത് റോള്? ഒരു റോളും ഇല്ല. ഈ 8 കാലി മമ്മൂഞ്ഞിൻ്റെ പണി ഏതോ സുരക്ഷിതമായ അകലത്ത് ജർമ്മനിയിൽ ഭാര്യ വീട്ടിലിരുന്നു കൊണ്ട് ഈ അച്ചിയുടെ ആസ്ഥാനത്ത് അഭയം തേടിക്കൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇങ്ങനെ ഇടപെടുക, എന്നിട്ട് അതിൻ്റെ പേരിൽ ധിക്കാരം കാണിക്കുക, അതിൻ്റെ ഗർവ് കാണിക്കുക, എന്നിട്ട് ഉള്ള വസ്തുത ഒരു പക്ഷേ ആരെങ്കിലും ഈ നാട്ടിൽ പോലും വന്നു എത്രയോ കാലമായിട്ട് വന്നിട്ടുണ്ടാവില്ല. ഇവിടെ നിന്ന് കിട്ടുന്ന BJP നേതാക്കന്മാരുടെ പേര് ഏത് പാർട്ടിക്കാരാവട്ടെ, 4 BJP നേതാക്കന്മാർ പേര് പറഞ്ഞ്, ഇനി പേര് പറയാതാണെങ്കിൽ ഒരു മര്യാദയുണ്ട്. BJP നേതാക്കന്മാർ ഇങ്ങനെ ചെയ്യുന്നതായി പറയപ്പെടുന്നു ഒക്കെ പറയാം. 4 BJP നേതാക്കന്മാർ, ഉത്തരവാദപ്പെട്ട 4 BJP നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് വീഡിയോ ചെയ്യുക, അതിനെതിരെ കേസ് കൊടുക്കണം. ഒന്നാമത് ജർമ്മനിയിലുള്ള നമുക്ക് തന്നെ ഈ BJP നേതാക്കളെ പറ്റി വലിയ ധാരണയില്ല. ഈ പറഞ്ഞ ബോംബെയിലോ അവിടെയൊക്കെയുള്ള സുരേഷ് നക്വ, അജിത് ജെയിൻ, രജീന്ദർ ബഗ്ഗ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് ജർമ്മനിയിലിരിക്കുന്ന ഇവര് പരിചയമൊന്നും കാണില്ലല്ലോ. ഇവിടെ അപ്പോൾ ആരോ ശരിക്കും ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നതാണ് ആയിരിക്കാം ഒന്ന്. പിന്നെ പ്രാദേശികമായി ആർക്കെങ്കിലും ഇവരോടുള്ള സ്കോർ സെറ്റിൽ ചെയ്യാനുണ്ടാവാം. അതിനു വേണ്ടിയൊക്കെ ഈ ആളുകളെ ഉപയോഗപ്പെടുത്തുന്ന ആവാം. പിന്നെ പല യൂട്യൂബേഴ്സും കൂലിക്കാരാണ്. ഇദ്ദേഹത്തിന് ആരുടെയെങ്കിലും പണം കിട്ടുന്നുണ്ടോ? ഞാൻ പറയാൻ പറ്റും, ഈ ഹർഷ്മന്ദറിന്റെ ആ ജർമ്മനിയിലെ NGO ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ജോർജ് സോറോസ് പൈസ കൊടുക്കുന്നുണ്ട്. സോറോസിന്റെ കൂലിക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ കാശ് വാങ്ങുന്നു എന്നുള്ള അറിഞ്ഞൂടാ. ഇപ്പോൾ യൂട്യൂബേഴ്സിന് പണി തന്നെ. സാർ ഈ വൻകിടക്കാരെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടും പുറത്ത് 100 കണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇവരെന്താ പണിയെന്നറിയോ? പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ ഒരു നല്ല ഹോട്ടൽ തുറന്നാൽ അവിടെ ചെല്ലുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, അവരോട് ഡീൽ ഉറപ്പിക്കുന്നു, എന്നിട്ട് ഇവൻ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു യൂട്യൂബ് അറിയില്ലേ, അവരാണ് വലിയ പ്രചാരകർ. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ കാണുന്നത് ഒരു പത്രത്തിന് പരസ്യം കൊടുക്കുന്ന കാശ് വേണ്ട ഇവന് കൊടുക്കാൻ, ഇവന് ചില്ലറ കൊടുത്താൽ അവൻ ചെയ്തോളും. അങ്ങനെയുള്ള കൂലിക്കാരാണ്. കൊച്ചു സ്ഥാപനങ്ങളുടെ തൊട്ട് വൻകിട ആഗോള സ്ഥാപനങ്ങളുടെ വരെ കൂലിക്കാരാണ് യൂട്യൂബർമാർ. ഇവർ സർവാന്തര സ്വതന്ത്രരാണെന്ന് പറയുമ്പോഴും അടിമത്തൊഴിലാളികളാണ് പലരുടെയും. അവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ എടുത്താൽ മതി. ഒരു അടിമ ചക്രവർത്തി തന്നെയാണ് ഈ അവരുടെ മഹാരാജാക്കന്മാർ. അങ്ങനെ ഉണ്ടല്ലോ, അവരുടെ ഉന്നതന്മാരുടെ ക്രീമി ലെയർ കൂട്ടത്തിൽ ഒരാളാണ് ധ്രുവരാട്ടി എന്ന് പറയണം. ധ്രുവരാട്ടിയെക്കുറിച്ച് മാനനഷ്ട കേസ് മാത്രം പോകേണ്ടതല്ല. എനിക്ക് തോന്നുന്നു
തോന്നുന്നു ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരക്കാരുടെ യഥാർത്ഥ ഫൈനാൻസിയേഴ്സ് ആരാണ്, ഇവരുടെ പിന്നിൽ ആരാണ്, അവരുടെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ആരാണ്, ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ആ കശ്മീരിലെ അറസ്റ്റ് നടന്നത്. ആയിരിക്കും അല്ലേ? ഇയാളുടെ സുഹൃത്തിനെ പിടിച്ചിപ്പോൾ ജയിലിലിട്ടുണ്ടല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. ഇന്ത്യയിൽ വരാൻ തന്നെ പേടിക്കുന്നുണ്ടാവും ഈ അതെ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ BJP ഇപ്പോൾ ദ്രൂറാട്ടിക്ക് കൊടുക്കുന്ന, അവരുടെ ഒരു എതിരാളിക്ക് കൊടുക്കുന്ന പാഠം എന്നുള്ള ആൾക്കല്ല, നിലവിട്ട് വസ്തുതാവിരുദ്ധമായി മനുഷ്യാവകാശങ്ങളെ പരസ്യമായി ദ്രോഹിക്കുന്ന മട്ടിൽ, പൗരാവകാശങ്ങൾക്ക് വിരുദ്ധമായി, ഇന്ത്യൻ ഭരണഘടനയ്ക്കും ആഗോള നീതിക്കും വിരുദ്ധമായി, നൈതികതയ്ക്ക് നിരക്കാത്ത മട്ടിൽ യൂട്യൂബർമാരുമായി രംഗത്ത് വന്ന വലുതോ ചെറുതോ ആയ എല്ലാവർക്കുമെതിരെ ഇത്തരം മാനനഷ്ട കേസുകൾ ഉണ്ടാവണം, രാജ്യരക്ഷാ കേസുകൾ ഉണ്ടാവണം, പൊതു താല്പര്യ ഹർജികളിന്മേൽ നടപടിയെടുക്കാൻ സ്വമേധയാ കോടതികൾ മുന്നോട്ട് തുടക്കമാവട്ടെ. തീർച്ചയായിട്ടും.